ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പോൾ ബിഹൈൻഡ് സെൻസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഐ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഐ ആൻഡ് ഇറ്റ്സ് ഡിഫക്ട്സ്. ഓക്കെ, ഡിസീസസ്, ഡിസോർഡേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കും 2 മാർക്കും ഒക്കെ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഏതൊക്കെയാണ് ഈ ഡിസീസസും അതിന്റെ ഒരു പെർട്ടിക്കുലർ റീസൺ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ വി ഗോ. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷോർട്ട് സൈറ്റ്നെസ് ആണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് സൈറ്റ് വരുമ്പോൾ എന്താണ്, എൻലാർജ്ഡ് ആയിട്ടുള്ള ഐബോൾ കാരണമാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രശ്നം നമുക്ക് വരുന്നത്. ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് ലെൻസ് വെച്ചിട്ടാണ്? കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ്. ഇനി അടുത്തത് ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ലോങ് സൈറ്റ് ആണ്. ഇത് ഷോർട്ട് ആൻഡ് ഐബോൾ കാരണമാണ് ഇത് വരുന്നത്. ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് വി ഹാവ് ആസ്റ്റിഗ്മാറ്റിസം. എന്തുകൊണ്ടാണ്? നമ്മുടെ ലെൻസിൽ അല്ലെ കോർണിയയിൽ ഒരു കർവേച്ചർ ഡിഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് വരുന്നത്. കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിണ്ടറിക്കൽ ലെൻസ് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. ഇത് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ കാരണമാണ്. അപ്പോൾ റെമഡി എന്താണ്? വൈറ്റമിൻ എ സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കളർ ബ്ലൈൻഡ്നെസ് ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? ഡിഫക്റ്റ് ഇൻ ദ ജീൻ. ഓക്കെ, അപ്പോൾ ആ ജീൻ റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അതിൽ പ്രത്യേകിച്ച് റെമഡീസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്, എന്തെങ്കിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നല്ലാണ്ട് കംപ്ലീറ്റ് ക്യൂർ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സിറോഫ്താൽമി ആണ്. എന്തുകൊണ്ടാണ്? ഇതും വൈറ്റമിൻ എന്റെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി കാരണമാണ്. കോർണിയ അവിടെ ഒപ്പീക്ക് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താണ്? വൈറ്റമിൻ എ സപ്ലിമെന്റ് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് വി ഹാവ് ദ കാറ്ററാക്ട്. അതെന്തുകൊണ്ടാണ്? ലെൻസിന്റെ ട്രാൻസ്പെറൻസി കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇത് സർജറി വഴി നമുക്ക് മാറ്റാൻ പറ്റും. ഇനി അടുത്തത് ഡയബറ്റിക് റെറ്റിനോപ്പതി ആണ്. അത് ഡയബറ്റിസ് കാരണം വരുന്നു. അത് നമ്മൾ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ഗ്ലൂക്കോമ. ഇതെന്തുകൊണ്ടാണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ അവിടെ തടസ്സപ്പെടുന്നതുകൊണ്ടാണ്. ഇതിന്റെ റെമഡി ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാം നേരത്തെ തന്നെ. ആൻഡ് വി ഹാവ് കൺജങ്ക്റ്റിവൈറ്റിസ്. എന്താണ്? ഇൻഫെക്ഷൻസ് വരുന്നതിനാണ് നമ്മൾ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. കൺജങ്ക്റ്റിവിക്ക് അല്ലെ, അതിന്റെ പെർട്ടിക്കുലർ റെമഡി എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ കറക്റ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സും അതുപോലെ അതിന്റെ റീസണും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. സോ again we will meet with some topics like this. So bye bye, thank you and take care.